ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അന്യഭാഷയെക്കുറിച്ചുള്ള ചില ലളിതമാകുന്ന ആലോചനകൾ ഞങ്ങൾ ഇരുവരും കൂടെ പങ്കുവയ്ക്കുവാൻ പോകുകയാണ്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ ഗോപൻ അവറുകളുണ്ട്. ഈ നാളുകളിൽ വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ്. വിശേഷിച്ചും പരിശുദ്ധാത്മാവ് നൽകിയ സ്വർഗീയ ഭാഷയാകുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അനേകരെ ഈ അഭിഷക്തൻ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ചില അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമ്മോട് പങ്കുവയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ അധ്യായത്തിൽ വിശദമായി ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പഠിപ്പിക്കൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ തന്നെ അന്യഭാഷയെക്കുറിച്ചുള്ള ഒരു അധ്യായമായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 14 അധ്യായത്തെ കാണുവാൻ കഴിയും. അവിടെ മാത്രമല്ല, വിവിധ ലേഖനങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ അന്യഭാഷയുമായുള്ള ബന്ധത്തിൽ അനേകം വചനങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അതിന് 2 വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഒരു സാധാരണ കാര്യമല്ല. മർമ്മം എന്ന് പറയുമ്പോൾ അത് ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്, മിസ്റ്ററി, ഹിഡൻ വിസ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് മർമ്മമെന്ന് പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ് ആ ഭാഷയിലൂടെ പുറപ്പെടുന്നത്. ആ മേഖലയിൽ വളരെ സജീവമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗോപൻ അവറുകൾ നമ്മോടുകൂടെ ഉള്ളതിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. കർത്താവ് വളരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആ സമയത്ത് തന്നെ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാനും അത് വ്യക്തിപരമായി അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാൻ ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ മരണമാണ് എന്നെ യേശുവിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണമായത്. 2004 സെപ്റ്റംബർ മാസം 26 ഫാദർ മരിക്കുന്നത്. അപ്പോൾ ഫാദർ മരിച്ചു. ഞാൻ ബാംഗ്ലൂർ മെയിൽ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് നാട്ടിലെത്തുന്നതിന് മുമ്പേ എൻ്റെ അപ്പൻ്റെ അടക്കം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫാദറിനെ നഷ്ടമായി, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നതിൻ്റെ ലൈഫിൽ ഭയങ്കര വിഷമകരമായ സാഹചര്യത്തിലോട്ടായിപ്പോയി. ഞാൻ ഒത്തിരി ഡിപ്രഷനിലോട്ടൊക്കെ ആയിപ്പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിനകത്തുനിന്ന് ആത്മഹത്യയുടെ വക്കിലോളം എത്തിയിടത്തു നിന്നാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അപ്പോൾ എനിക്ക് യേശുവിനെ കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്ഥാനത്താണ് യേശുവിനെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമാണ് യേശുവിനോടുള്ളത്, അപ്പനോടുള്ള ബന്ധം. അതെ. അപ്പനെ നഷ്ടപ്പെട്ടിടത്ത് ഒരപ്പനെ കിട്ടിയതുപോലത്തെ ഒരു ബന്ധം എനിക്ക് തുടക്കത്തിൽ യേശുവായിട്ട് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ഒരനുഭവത്തിൽ വന്നതുകൊണ്ട് ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം അല്പം എക്സ്ട്രീമായിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പരിധി വിട്ട് ഞാൻ അല്പം തീവ്രമായിട്ട് കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഒരു 6 മാസത്തോളം ഞാൻ ഒത്തിരി കാത്തിരുന്നു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഒത്തിരി ഞാൻ എതിർത്തിരുന്നു. ഒരുപാട് എനിക്ക് പെന്തിക്കോസുകാരെ ഇഷ്ടമല്ലായിരുന്നു, വിശ്വാസത്തോട് താല്പര്യമില്ലായിരുന്നു. പലരുടെയും ലൈഫ് കണ്ടിട്ടായിരുന്നു എനിക്ക് പലരോടും ഉള്ള വിഷമം കൊണ്ടാണ് യേശുവിനെ അറിയുക. പക്ഷേ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അയ്യോ ഇത്രയും വലിയ സത്യമാണല്ലോ ഇത്ര നാൾ അറിയാതിരുന്നേ എന്നൊരു ഭയങ്കര സങ്കടം ഉണ്ടായി.
പക്ഷേ കിട്ടാതിരുന്നിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയോടെ ഞാനത് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാനും ചോദിക്കാനും തുടങ്ങി. കർത്താവ്, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. അപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനെ. അതെ 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 രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതെ 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 അതെ. അന്ന് അതൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേണമെന്നാ പ്രാർത്ഥിക്കുന്നത്. അതെ, അന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പം അന്യഭാഷ കിട്ടും. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധാത്മാവെ, കർത്താവ് എന്നെ നിറയ്ക്കണം, എനിക്ക് അന്യഭാഷ വേണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ കിട്ടാൻ ഒത്തിരി തവണ ശ്രമിച്ചു. ഒരുപാട് പേരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സാധാരണയിൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ എല്ലാ കാര്യങ്ങളും പലരും പറഞ്ഞതനുസരിച്ച് പലതും ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പോൾ എനിക്കത് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര നിരാശയായി. പക്ഷെ ദൈവസാന്നിധ്യം അനുഭവിക്കും. ചർച്ചിൽ ആരാധിക്കുന്ന സമയങ്ങളിൽ ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിക്കും. കണ്ണടച്ച് കർത്താവിനെ ആരാധിക്കും. പക്ഷേ ഈ ലാംഗ്വേജ് കിട്ടത്തില്ല. അപ്പോൾ ഇതും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പണ്ട് കളിയാക്കിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടാത്തതാണെന്നൊക്കെ ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഭാഗം പോയി 6 മാസത്തോളം ഏകദേശം ആയപ്പം ഞാൻ അന്നേരം എറണാകുളത്ത് ഒരു US ബേസ്ഡ് ഒരു IT കമ്പനിയുടെ ബാക്ക് ഓഫീസിൽ ചെറിയ ജോലി ചെയ്യുകയാണ്. അപ്പം നേഴ്സിംഗ് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കോഴ്സ് ബ്ലോക്കായി. സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് കിട്ടത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ജോലിക്ക് കയറി. അപ്പോൾ ജോലിക്ക് കയറി എനിക്ക് പ്രത്യേകിച്ച് അവിടെ ജോലിയൊന്നും പറയാനില്ല. ഞാനൊരു പോയിരുന്ന് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഉള്ളൂ. അപ്പം കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ. ഞാൻ രാവിലെ പോകുമ്പം പാട്ട് പാടി ആരാധിച്ചുകൊണ്ടാണ് ആ ഓഫീസിനകത്തോട്ട് കയറുന്നത്. തിരിച്ചെല്ലാം കഴിഞ്ഞ് പൂട്ടി ഇറങ്ങുന്നത് ഞാനാണ്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിപ്പോരും. അന്യഭാഷയില്ല, പക്ഷേ ഉള്ള ഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാൻ ഉള്ള ഒരു ദൈവകൃപ എൻ്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അന്യഭാഷയില്ലെങ്കിൽ മലയാളത്തിൽ. അതെ, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകനാകുന്നു പറഞ്ഞതുപോലെയാണ്. എനിക്ക് കിട്ടിയതിനകത്ത് എനിക്ക് ആ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കർത്താവിനെ അങ്ങോട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് നടക്കുവാൻ. അപ്പം ഇങ്ങനെ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈ ബൈബിൾ വായിച്ചു തുടങ്ങി ഉൽപ്പത്തി, പുറപ്പാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു വരുമ്പം ഈ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, സ്നേഹിതനെ പോലെ സംസാരിച്ചു എന്നൊക്കെ വായിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ് അങ്ങനെ ഉണ്ട് എന്നോട് സംസാരിച്ചു. ഇതിന് ഗൗരവമൊന്നും അറിയത്തില്ല, പക്ഷേ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എൻകൗണ്ടറുകൾ നടന്ന ഭേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒക്കെ ഞാൻ കർത്താവ് എന്നോട് അങ്ങനെയാണ് സംസാരിക്കണം, എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു രീതി, സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇത് പക്ഷേ ഇങ്ങനെ പോയെങ്കിലും മാസങ്ങൾ കടന്നുപോയി. ഒരു 6 മാസമായപ്പം ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം എൻ്റെ മൂത്ത പെങ്ങളാണ് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ എനിക്ക് നിമിത്തമായത്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നമുക്കിന്ന് മീറ്റിങ്ങിന് പോകാം, ആലുവയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അപ്പം ആക്ച്വലി ആ മീറ്റിംഗ് എറണാകുളത്തുള്ള എക്സോഡസ് ചർച്ചുകാർ നടത്തുന്ന ഒരു മീറ്റിംഗാണ്. കർത്താവിൻ്റെ ദാസൻ അനിസൻ കെ സാമുവൽ പാസ്റ്റർ കാനഡയിൽ നിന്ന് അദ്ദേഹം വന്ന് ശുശ്രൂഷിക്കും. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ചർച്ചിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നത് കേട്ടു. പെങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ ഓടി അങ്ങോട്ട് പോയി, ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ എനിക്ക് ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതികരണ ശൈലി, എനിക്ക് പ്രതികരിക്കുന്നവരുടെ കൂടെ ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പം പക്ഷെ എനിക്ക് സമയം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് പുറകിൽ വരെ ആൾക്ക് 100-500 പേരെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത കിടക്കുന്നത്. അത്രയും ആളുകളുടെ ഇടയിൽ ഞാൻ ബാക്കിലാണ് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. അപ്പം നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, പ്രതികരണം പോരാ, അവർ റെസ്പോൺസ് ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ ഭയങ്കര ദൈവസാന്നിധ്യമുണ്ട്, ദൈവപ്രവർത്തികൾ നടക്കുന്ന കണ്ടു. പക്ഷേ ഞാൻ അവിടുന്ന് മാറി വേറൊരിടത്തോട്ട് മാറിയിരുന്നു. അത് കഴിഞ്ഞ് വേറൊരിടത്തോട്ട് മാറി, 3-4 മാറി നിന്നപ്പോൾ യോഗം തീർന്നു പോയി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര ആത്മപകർച്ച നടക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, രോഗസൗഖ്യം നടക്കുന്നു, വിടുതലുകൾ നടക്കും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര നിരാശയായി. എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തോട് പരാതി പറയുന്ന പോലെയൊക്കെ വിഷമം പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എറണാകുളത്ത് മെഡിക്കൽ സെൻ്ററിൻ്റെ ബാക്കിൽ ഒരു വീട്ടിലാണ് എൻ്റെ പെങ്ങളും ഫാമിലി താമസിക്കുന്നത്. അവിടെ ആ വീട്ടിൽ വന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പം ഒരു ഹോളിലാണ് ഒരു ദിവാനെ കിടന്ന് ഞാൻ ഉറങ്ങി നേരം വെളുക്കുമ്പോൾ ഈ കർത്താവിന് ഹൃദയം അറിയാമെന്നുള്ളത് എത്ര കൃത്യമാണെന്ന് ഞാൻ അനുഭവിച്ച ആളാണ്. കാരണം എൻ്റെ അകത്തെ ആഗ്രഹം കർത്താവ് കണ്ടു, എനിക്ക് കിട്ടിയില്ല, ഞാൻ വിഷമം പറഞ്ഞതും ഒക്കെ കർത്താവ് കണ്ടെന്നുള്ളത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എഴുന്നേൽക്കുന്നത് 6 മണി സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നത് എന്തോ ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് എൻ്റെ പെങ്ങൾ ശ്രദ്ധിച്ചു. പെങ്ങൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് ജോലിക്ക് പോകണ്ട, നീ ലീവ് എടുക്കുക, നമുക്ക് മീറ്റിങ്ങിന് പോകാം, കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യൂടാന്ന് പറഞ്ഞു. ഇതേ വാക്കാ പറഞ്ഞു. ഞാൻ ആ വാക്കൊരു പ്രവചനം പോലെ ഏറ്റെടുത്തു.
എൻ്റെ പെങ്ങളാണ് ശരിക്കും എന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാനും എല്ലാത്തിനും ഒരു ആ സമയം കർത്താവ് നിർത്തിയത് പുള്ളിക്കാരിയാണ്. അപ്പം ഞാൻ തിരിച്ച് നേരെ റെഡിയായി ഓഫീസിലോട്ട് പോകാമെന്ന് വെച്ചാൽ റെഡിയാകാൻ തുടങ്ങുന്നതോറും എൻ്റെ അകത്ത് വീണ്ടും ശബ്ദം വരികയാണ്, ഞാനിന്ന് നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്, ഞാനിന്ന് നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. എൻ്റെ അകത്തൊരു ശബ്ദം വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശബ്ദം അകത്തൊരാളിരുന്ന് സംസാരിക്കുന്നത് പോലെ എനിക്കറിയാം ശരിക്കും ആ ശബ്ദം. അപ്പം അത് കേട്ടു, ഞാൻ ആ ശബ്ദത്തിന് വിധേയപ്പെട്ടു, പെട്ടെന്ന് ലീവ് എടുത്തു, നേരെ യോഗത്തിന് പോയി. നേരെ ചെന്ന് ഫ്രണ്ടിൽ പോയിരുന്നു. ഫ്രണ്ടിൽ പോയിരുന്ന ഒരു 3 റോയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത്. 3 റോയിൽ ഒരു മൂന്നാമത്തെ റോയിൽ ഒരു മൂന്നാമത്തെ നിരയിൽ മാറി പിള്ളേരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. ചെറുപ്പക്കാർ പിള്ളേർ ഒത്തിരിയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കിരുന്നു. ഞാൻ ഇദ്ദേഹം പ്രസംഗിക്കാൻ വർഷിപ്പിനകത്തൊക്കെ ഇൻവോൾവ് ആയി. അപ്പോൾ അന്നേരവും ആരാധിക്കുന്ന സമയങ്ങൾ ഒക്കെ വരുമ്പോൾ എഴുന്നേറ്റ് കൈയടിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അനുസൻ പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് മെസ്സേജ് പറഞ്ഞു. അപ്പോൾ അന്നേരം ദൈവത്തിനൊന്നും കേട്ടാൽ എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ചു വന്ന് പുറപ്പാട് പുസ്തകം ഏതാണ്ട് ആയിട്ടേ ഉള്ളൂ. അപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് സാന്നിധ്യത്തിൽ ഇങ്ങനെ നിന്ന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു എന്താ പറയുക, പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹമുള്ളൊരു വരാൻ പറഞ്ഞു, മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചാടി മുന്നോട്ട് ചെന്നു. എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാർ പിള്ളേരും ആ സമയത്തുണ്ട്. അപ്പം എൻ്റെ അകത്തെ ചിന്ത, ഇദ്ദേഹം ഇറങ്ങി കൈവെക്കുമ്പം എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൈവെക്കുമ്പം ആത്മനിറവ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി നിൽക്കുകയാണ്. വാസ്തവത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർ ഇറങ്ങി വന്നിട്ട് എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 ചെറുപ്പക്കാരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നടുവരലുകൊണ്ട് ചുമ്മാ ഇങ്ങനെ തൊട്ടേച്ച് കയറിപ്പോയി. ആ 2 പേരും അഭിഷേകം പ്രാപിച്ചു, എനിക്ക് കിട്ടിയില്ല. ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ അകത്ത് പിന്നെയും വിഷമമായി. കർത്താവെ, കർത്താവിന് വേണ്ടായോ, ദൈവത്തിന് എന്നെ വേണ്ടാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. പക്ഷേ ഈ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി തിരിച്ച് സ്റ്റേജിലോട്ട് കയറിപ്പോയിട്ട് ഒരു വാക്യം വിളിച്ചു പറയാണ്. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പം മറുപടി ഇതാണ്, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. ഇത് പറയുകയും വാസ്തവത്തിൽ ഏലിയാവ് ആരാന്നും എലീശ ആരാന്നും അന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന് കേട്ടപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു ആത്മശക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പം വാസ്തവത്തിൽ കാലും പറിച്ച് ചാടി ജീസസ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എനിക്കൊരു 8 തവണ ഞാൻ പറഞ്ഞു കാണും. അതിനുശേഷം ഞാൻ പറയുന്നത് അന്യഭാഷ, നാക്ക് തിരിഞ്ഞു പോയി. നാക്ക് തിരിഞ്ഞു അന്യഭാഷ പറയാൻ ഭാഷ്യമായിട്ട് വരുന്നില്ല, പക്ഷെ നാക്ക് തിരിഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൽ അന്ന് എന്നെ കർത്താവ് നിറച്ചു. അന്ന് ആത്മസ്നാനം എന്നൊക്കെ പറയുന്നത് ഇന്ന് സത്യത്തിൽ നമുക്കറിയാം, പക്ഷെ അന്ന് അറിയാതിരിക്കെ അതൊരു ഭയങ്കര അനുഭവമായിട്ട് കർത്താവ് എൻ്റെ മേൽ തന്നു. ഞാൻ കണ്ണടച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ആരൊക്കെയോ എന്നെ കയറി പിടിച്ചിട്ടുണ്ട്. ഞാൻ താഴെ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു. എൻ്റെ ശരീരം മുഴുവൻ ഭയങ്കര ദൈവശക്തി അനുഭവിച്ചു. എന്നെ മൊത്തം ഒരു തീ കൊണ്ട് പൊതിയുന്നത് പോലൊരു അനുഭവം പരിശുദ്ധാത്മാവ് വന്ന് നൽകി. അപ്പോൾ ഇത് കഴിഞ്ഞേച്ച് ഞാൻ അന്നാണ് വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നെങ്കിലും ചില കാര്യങ്ങളിൽ അങ്ങോട്ട് എല്ലാവരുമായിട്ടും അങ്ങ് അടുക്കാത്ത, ഒരു ഇടപഴകാനൊക്കെ ഒരു മടുപ്പ് കാണിക്കുന്ന, ഒരു അകലം പാലിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആത്മനിറവ് പ്രാപിച്ചപ്പോഴാണ് അത് പൊട്ടിപ്പോയി. എനിക്ക് എല്ലാവരും ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളൊന്നാണെന്നുള്ള ചിന്ത എൻ്റെ അകത്തോട്ട് വരികയും സ്വഭാവത്തിന് വരെ മാറ്റം, സ്നേഹം എന്നെ ഒത്തിരി മാറ്റി. അങ്ങനെ ഇവിടെ ഈ അനുഭവത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ അടുത്ത നാളുകളിൽ അന്യഭാഷയിൽ ദീർഘമണിക്കൂറുകൾ സംസാരിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. എനിക്കത് എന്നെ ചേർത്ത് ചില അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. തീർച്ചയായും. അപ്പം അത് ആക്ച്വലി ഈ സംഭവം നടന്ന ശേഷം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി വൈകിട്ടത്തെ സെഷനോട് വന്ന് കൂടി. വൈകിട്ടത്തെ സെഷൻ കൂടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഷകൾ വരാൻ തുടങ്ങി. തുടർമാനമായിട്ട് സംസാരിക്കുവാൻ കഴിയുന്ന നിലയിൽ നമുക്ക് ഭാഷാ വരം കിട്ടുന്നു. അതെ, അത് അന്ന് രാത്രിയാണ് സംഭവം നടന്നത്. അന്ന് രാത്രിയാണ് സംഭവിക്കുന്നത്. അന്ന് രാവിലെയാണ് പരിശുദ്ധാത്മാവിനാൽ ഭാഷ പറയാൻ തുടങ്ങിയത്. അതെ, തുടങ്ങി.
രാത്രിയിലെ യോഗത്തിൽ ഭാഷാവരം തന്നെ നമുക്ക് ലഭിക്കും. അതെ അതെ. അപ്പോൾ അങ്ങനെ ഭാഷാവരം കിട്ടി, വാക്കുകൾ സംസാരിക്കുകയാണ്. അവ സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. ഞാൻ തിരിച്ച് അന്നൊരു ദൈവദാസൻ്റെ ബൈക്കിൽ ഞാൻ പുറകെ യാത്ര ചെയ്ത് പോവുകയാണ്. എനിക്കിപ്പോഴും ഓർക്കുന്നത് ആ ലുലു ഒക്കെ ഉള്ള ഭാഗത്തൂടെ യാത്ര ചെയ്ത് പോകുമ്പം ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞ് പോവുകയാണ്. കിട്ടിയ സാധനം അവിടെ മുതൽ ആലുവ മുതൽ എറണാകുളം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കയറി പെങ്ങളും പിള്ളേരും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഇരുമ്പും കാന്തവും കൂടെ പിടിക്കുന്നത് പോലൊരു ശക്തി എന്നെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മാഗ്നറ്റിക് പവർ പോലെ എൻ്റെ ശരീരത്തെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുക. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇരുന്ന ഇരിപ്പിൽ ആ പായയിലിരുന്നുകൊണ്ട് കണ്ണും അടച്ചിരിക്കുമ്പം കണ്ണ് തുറക്കത്തില്ല. കാരണം കണ്ണ് തുറക്കാൻ പേടി എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണെന്ന്. കാരണം ഇത് ഭയങ്കര കൊതിയായി, അകത്ത് ഭയങ്കര കൊതിയായി. ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത് കൊണ്ട് കണ്ണ് തുറക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി സംസ്കൃതം സാമ്യമുള്ള ഭാഷയുടെ അക്ഷരങ്ങൾ പോലെ വാക്കുകൾ അക്ഷരങ്ങളായിട്ട് വായി തരാൻ തുടങ്ങി. അപ്പോൾ അന്നേരം സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ണും അടച്ചുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെ സ്ലേറ്റിൽ എഴുതുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ എഴുതിപ്പിക്കുകയാണ്. ഗ ന മേ ല ഷേ റ ഹ ന ഇങ്ങനെ എഴുതിപ്പിക്കുകയും അത് പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. കൊരിന്ത്യലേഖനൊന്നും വായിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ ഇങ്ങനത്തെ കാര്യമുണ്ടെന്ന് അറിയത്തില്ല. അല്ലെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ സാന്നിധ്യത്തോടുള്ള കൊതി വന്നപ്പം പരിശുദ്ധാത്മാവിനോട് അങ്ങനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കർത്താവ് ഇങ്ങനെ തരാൻ തുടങ്ങി. ഞാനത് പൊട്ടനെ പോലെ വിശ്വസിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അക്ഷരങ്ങൾ പറഞ്ഞു. ഒരു 10-15 മിനിറ്റിനകത്ത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ വാക്കുകളായി, വാക്കുകൾ സെൻറ്റൻസായി. അന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ മലയാളം പറയുന്നത് പോലെ അന്യഭാഷ പറയാൻ കർത്താവിനെ നിറച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്രയർ നടക്കുന്നു, ഇങ്ങനെ കൊരിന്ത്യലേഖനത്തിലുണ്ടെന്ന് അറിയാം. ഇത് നമ്മൾ പലരോടും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. പക്ഷെ അന്ന് ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഇതെല്ലാം പ്രാപിക്കുന്നത്. അപ്പം ഇത് അടുത്ത ദിവസം രാത്രിയായപ്പോഴത്തേക്കും കുറച്ച് സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥനയുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഒരാൾ പ്രാർത്ഥിച്ചിട്ട് വേറൊരാൾ പ്രാർത്ഥിക്കും, അല്ലെ പാട്ട് പാടി, ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ മാതൃസഭ എന്ന് പറയുന്നത് പാലാരൂട്ടത്തുള്ള NG സാങ്കുട്ടി പാസ്റ്റർ ചർച്ചാണ്. ആ ചർച്ചിൽ ഈ കർത്തൃമേശയ്ക്ക് മഹൽ സ്നേഹം പാട്ട് പാടുന്നത് പാട്ടറിയത്തില്ല. പക്ഷെ ആ പാട്ടിൻ്റെ ടോണിൽ അന്യഭാഷയിൽ അടുത്ത ദിവസം പാടാൻ തുടങ്ങി. അപ്പോൾ അന്യഭാഷ പാടാൻ പറ്റുന്നുള്ളത് ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷേ സാന്നിധ്യത്തിൽ അത് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പം മുതൽ എനിക്ക് അന്യഭാഷ പറയുന്നതും പാടി നടക്കുന്നതും ഒരു ശീലമായിട്ട് എൻ്റെ അങ്ങ് മാറാൻ തുടങ്ങി. എപ്പോഴും. അപ്പോൾ ജോലിക്ക് പോകുമ്പം അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. ബാത്റൂമിൽ കയറി അന്യഭാഷ പറയാൻ തുടങ്ങി. വണ്ടി ഓടിക്കുമ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി. ഇങ്ങനെ അന്യഭാഷ പറയുന്നതും പാടുന്നതും ഒരു ശീലമായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ അകത്ത് ഇങ്ങനെ ആക്ടിവേഷൻ നടന്നു. പരിശുദ്ധാത്മാവ് ചെയ്തില്ല. അതിനകത്തങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നി. അതങ്ങോട്ട് ഭയങ്കര അഡിക്ഷൻ പോലെയായി. ഇതിനകത്തങ്ങ് പോകാൻ തുടങ്ങി. അവിടെ എൻ്റെ ലൈഫ് ഒത്തിരി മാറാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റത്തില്ലാത്ത എൻ്റെ ഒരുപാട് ക്യാരക്ടറുകൾ ഞാൻ അറിയാതെ മാറി. സ്വഭാവത്തിന് വലിയ മാറ്റം, ഭയങ്കര മാറ്റം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ എന്നെ മാറ്റിയ ഒരു അഭിഷേകം അത് അനുഭവമായ സമയത്താണ് ഞാനിങ്ങനെ അപ്പം ഈ ശരീരം എന്താ പറയുക, ശരീരത്തിൽ കൺട്രോൾ വിട്ടുള്ള ദൈവസാന്നിധ്യം ഒന്നും ആ സമയങ്ങളിൽ അനുഭവിച്ചിട്ടില്ല. ഒരു ഭാഗം ഇതൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോടൊരു കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുമ്പോൾ ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയ ശേഷം ഞങ്ങൾ സഹോദരങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുന്ന സമയത്ത്, അപ്പോൾ എങ്ങും ഞാൻ കണ്ടിട്ടില്ല, ആളുകൾ താഴെ വീഴുന്നത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ മിനിസ്ട്രി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ഹാളിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ ഒത്തിരി വിഷയങ്ങൾ, എൻ്റെ മറുപടിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ വളരെ മനസ്സ് വിഷമിച്ച്, എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണത്തിന് പറ്റുന്ന ഒരു സാധ്യതയില്ലാതെ ഇങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു, എന്നെ എടുത്തെറിഞ്ഞു. ഞാൻ ആ ഹോളിൽ കിടന്ന് ഉരുണ്ടു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ അവിടെ ദൈവസാന്നിധ്യത്തിൽ ഒത്തിരി വ്യത്യസ്തമായ അനുഭവം കൊണ്ടോട്ട് പോയി. അപ്പം ഞാനിങ്ങനെ അനുഭവിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് പോകുന്നു എറണാകുളത്ത് നിൽക്കുമ്പോഴാണ്
ഫിന്നിച്ചാൻ്റെ മീറ്റിംഗ്, ഒരു യൂത്ത് മീറ്റിങ്ങോ മറ്റോ ആലുവായിൽ നടക്കുന്നത് ഞാൻ അറിയുന്നു. അപ്പോൾ വേറൊരു ദൈവാസൻ്റെ കൂടെ കണ്ട് ഞാൻ ആ സമയത്ത് ആലുവയിൽ വരികയാണ്. അപ്പം ഞാൻ അന്ന് ആലുവയിൽ വരുമ്പം ഞാൻ കാണുന്നു അച്ചാൻ്റെ ശുശ്രൂഷയിൽ ചെറുപ്പക്കാർ പിള്ളേരുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നതും ആളുകൾ തെറിച്ചു പോകുന്നതൊക്കെ കാണും. ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ മേൽ ഇറങ്ങിയ സാന്നിധ്യം ഇതാണല്ലോ. ആരും അറിയാതെ ഞാനായിരുന്ന മുറിക്കകത്ത് എന്നെ തൊട്ടത് ഈ ദൈവശക്തിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നത്തത് കേരളത്തിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളുടെയും പുറകെ ഓടാൻ തുടങ്ങിയത്. പക്ഷെ ആ ഓടിയ ഓട്ടങ്ങൾ മുഴുവനാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. വളരെ നന്ദി. ഞാൻ ആ പറഞ്ഞതിലേക്ക് വേഗത്തിൽ വരേണ്ടിയിരിക്കുന്നു, കാരണം നമ്മുടെ സമയം തീരാറായി. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്യഭാഷയിൽ ഉള്ള നീണ്ട സമയമുള്ള പ്രാർത്ഥന, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, അതെന്തുകൊണ്ട് ചെയ്യുന്നു, എന്താണ് അതിന് ദൈവം നൽകുന്ന പ്രേരണ, ഇതൊക്കെ ഒന്ന് അത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ മാതൃസഭയിൽ നടന്ന പ്രാർത്ഥന 114 ദിവസം നടന്നൊരു പ്രാർത്ഥനയാണ്. 7 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാനിരുന്നാണ്. 114 ദിവസത്തോളം പ്രയർ പോയി. ആ പ്രയർ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കൂടുതൽ സമയമെടുത്തത്. അതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ അനുഭവം പോരാ, അവിടെയുള്ള ഒത്തിരി പേരെ കർത്താവ് തൊടുകയും പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയും ഒത്തിരി പേരുടെ മേൽ ലാംഗ്വേജുകൾ മാറി പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതൊക്കെ ഒത്തിരി കാര്യം ഞങ്ങൾ കണ്ടു. ഒത്തിരി റിസൾട്ടുകൾ കണ്ടു. പെന്തക്കോസ്തിൻ്റെ ശരിയായ അനുഭവത്തിലുള്ള ചലനങ്ങൾ ഞങ്ങൾ കണ്ടപ്പം നമ്മൾ കണ്ടിട്ടൊന്നും വ്യത്യസ്തമായി പഴയ കാലത്ത് അപ്പച്ചന്മാരൊക്കെ അനുഭവിച്ചെന്ന് പറയുന്ന ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടപ്പം ആ പ്രയറിന് ശേഷം ഞങ്ങളുടെ അകത്ത് ആഗ്രഹം തോന്നി, കർത്താവ് ഇങ്ങനെ ഇടപെട്ടു. ആ എറണാകുളത്ത് പട്ടണത്തിലുള്ള ദൈവാസന്മാരെ കൂട്ടി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കാൻ വേണ്ടി കർത്താവ് ഇടപെട്ടപ്പം അങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥന. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് അന്യഭാഷയിൽ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ട്? അതെ അതെ. ഒരു 2 മണിക്കൂർ സമയം, മാസത്തിൽ ഒരു 2 തിങ്കളാഴ്ചകളിൽ കൂടും. 2 മണിക്കൂർ സമയം 2 മണിക്കൂർ അന്യഭാഷകളിൽ മാത്രം, അന്യഭാഷ പറഞ്ഞ് മാത്രം. എന്നാൽ ഇപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ചില പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി കുറെ സമയം ദൈവവചനം വർഷിപ്പും ഒക്കെ ആയിട്ട്, എന്നാൽ ദീർഘസമയം അന്യഭാഷകളിൽ സംസാരിക്കുക. അപ്പൊ അങ്ങനെ അന്യഭാഷകളിൽ ദീർഘമണിക്കൂറുകൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഉള്ള ഫലങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഫലം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. നമ്മുടെ സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഭയങ്കര റിസൾട്ടാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം മാറിയ ഒരു പ്രാർത്ഥനയാണ് അന്യഭാഷാ പ്രാർത്ഥന. ജീവിതം മാറി, സ്വഭാവം മാറി, ഭാവി മാറി, താല്പര്യങ്ങൾ മാറി, ഇഷ്ടങ്ങൾ മാറി, ആഗ്രഹങ്ങൾ മാറി. തീർച്ചയായിട്ടും ഒരു 25 വയസ്സിന് മേപ്പോട്ട് ജീവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത ആളാണ്. ആത്മഹത്യ ചെയ്യേണ്ട? അതെ അതെ, തീർച്ചയായിട്ടും പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇപ്പോൾ കുടുംബസ്ഥനായി 4 കുഞ്ഞുങ്ങൾ. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്. 4 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. അനേകര് ഇന്ന് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ഒരു നല്ല മാതൃകയാണ്. 4 കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിന് സംഭാവന ചെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ഞങ്ങളുടെ ആ പ്രാർത്ഥന അവിടെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പ്രയറിനെ കുറിച്ച് പലരും പറഞ്ഞ് പല സഭകളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും വിളിക്കാൻ തുടങ്ങി, പ്രയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങി. അപ്പം നമ്മളുമായിട്ട് അറിയാവുന്ന പലരും പറഞ്ഞുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പലയിടത്തും കൂടി. അപ്പോൾ ഈ പ്രയർ നടക്കുന്നിടത്തെല്ലാം റിസൾട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ എന്താനുഭവിച്ചോ അതേ എക്സ്പീരിയൻസുകൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നടക്കാൻ തുടങ്ങി. റിസൾട്ടുകൾ എന്തൊക്കെ റിസൾട്ടുകളാണ്? ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ആളുകൾ നിറയുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, മറ്റു ഡെലിവറൻസുകൾ നടക്കുന്നു, പൈശാചികമാകുന്ന ബന്ധനങ്ങളൊക്കെ അഴിയുന്നു. പിന്നെ ഈ സാധാരണ ഒരു നിലയിൽ നിന്ന് പ്രാർത്ഥനയുടെ തലത്തിൽ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ആളുകൾക്ക് ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രത്യേക മാന്റിൽ അവരുടെ മേൽ വീഴുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞു. ആളുകൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. വ്യക്തിപരമായ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നല്ല ഫലങ്ങളാണ്. വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുറച്ച് പേര് കൂടിയിരിക്കുമ്പോൾ ആരും ആരുടെയും വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ പറയുന്നത് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവായി.
ഭയങ്കര ദൈവപ്രവർത്തികൾ നടന്ന ടെസ്റ്റിമണി. അന്യഭാഷയിൽ മാത്രമാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ അവർ പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അപ്പോൾ അവരുടെ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുന്നു. അത്ഭുതകരം, അതിശയകരമാകുന്ന ഈ അനുഭവങ്ങൾ വീണ്ടും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. അനേകം സ്ഥലങ്ങളിൽ അനേകായിരങ്ങളെ അന്യഭാഷയിൽ ദീർഘസമയം സംസാരിക്കുവാൻ വേണ്ടി ഉത്സാഹിപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ പറയുന്ന അന്യഭാഷ ഞാൻ വ്യക്തിപരമായി ഞങ്ങൾ കേട്ട് കഴിഞ്ഞ ഒന്നിച്ച് അന്യഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അഭിഷക്തൻ ഗോപൻ പറയുന്ന അന്യഭാഷ വളരെ റിച്ചായിട്ടുള്ള, വളരെ സമ്പന്നമാകുന്ന ഭാഷയാണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യം ലഭിക്കുന്നു. വളരെ റിച്ചായിട്ടുള്ള അന്യഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് ആരെങ്കിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. മാത്രമല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ഒരു ഉയർന്ന പ്രതലത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളെ കർത്താവ് ആ ഒരു സൂപ്പർ അബണ്ടൻ്റ് ആയിട്ടുള്ള ടങ്സിലേക്ക്, അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുന്ന ഒരളവിലേക്ക് കർത്താവ് കൈപിടിച്ചുയർത്തുവാൻ വിശ്വസ്തനാണ്. ചില ഫലങ്ങൾ പറഞ്ഞു. രോഗികൾ സൗഖ്യമാകുന്നു, ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നു, ദുരാത്മബന്ധനങ്ങൾ അഴിയുന്നു, പ്രാർത്ഥനാ ജീവിതത്തിന് മൂർച്ചയുണ്ടാകുന്നു. ഇതെല്ലാം മാറുന്നു. ഏറ്റവും വലിയ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പകർച്ച ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കർത്താവെ, ഈ സാക്ഷ്യം, ഈ അനുഭവങ്ങൾ കേൾക്കുന്ന ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഭാഷകൾ ഒഴുകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ സത്യം കർത്താവെ, ഈ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൽ വലിയ അനുഭവങ്ങളോടെ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒറിജിനൽ എക്സ്പീരിയൻസുകൾ ഞങ്ങൾക്ക് വേണം. കർത്താവെ, വ്യാജമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ പരിശുദ്ധാത്മാവിൽ ദൈവവചനം പറയുന്ന സത്യമായ മുഴുവൻ അനുഭവങ്ങളും, പെന്തക്കോസ്തിൻ്റെ സകല അനുഭവങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അസാധാരണ ഭാഷകളുടെ ഒഴുക്കും സ്വർഗീയമായി ആമേൻ അനുഭവങ്ങളും കർത്താവ് പകരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഈ സമയത്ത് തന്നെ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗബാധകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക. അതോടൊന്നിച്ച് തന്നെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇവരുടെ പ്രാർത്ഥനാ ജീവിതം സജീവമാകട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവരെ കർത്താവെ സ്പർശിക്കണമേ. അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ മേഖലയിലും അഭിവൃദ്ധിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതകരം. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ
നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.